നമസ്കാരം. ഒരു കാലത്ത് വളരെ പേടിയോടെ കണ്ടിരുന്ന രോഗമാണ് ചിക്കൻ പോക്സ്. പിന്നീട് ഇതിന് വാക്സിനും ഫലപ്രദമായ ചികിത്സയും കണ്ടുപിടിച്ചു. എന്നാൽ ഇപ്പോൾ ഈ രോഗം പിടിപെടുന്നവരുടെ എണ്ണത്തിലും മരണനിരക്കിലും വർധനവുണ്ടായിരിക്കുന്നു, പ്രത്യേകിച്ച് കേരളത്തിൽ. ഇത്തരത്തിലുള്ള വാർത്തകളെല്ലാം തെല്ലൊരാശങ്കയോടെയാണ് നാം ഇപ്പോൾ കേൾക്കുന്നത്. സംസ്ഥാനത്ത് ചിക്കൻ പോക്സ് ബാധിച്ച് മരിക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നു. ഇക്കൊല്ലം ഇതുവരെ 15 പേർ മരണപ്പെട്ടു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. 5 വർഷത്തിനിടയിലെ ഏറ്റവും ഉയർന്ന നിരക്കാണിതെന്ന് എടുത്തു പറയണം. ശ്വാസകോശത്തെയും തലച്ചോറിനെയും ബാധിച്ച് സങ്കീർണമാകുന്നതും ചികിത്സിക്കാൻ വൈകുന്നതുമാണ് മരണം കൂടാൻ കാരണമെന്നാണ് ഡോക്ടർമാരുടെ വിലയിരുത്തൽ. കഴിഞ്ഞ വർഷത്തെ കണക്കുകൾ പരിശോധിച്ചാൽ 26,363 പേർക്ക് രോഗം ബാധിച്ചെങ്കിലും മരണസംഖ്യ 4 മാത്രമായിരുന്നു. ഈ വർഷം ഇതുവരെ 18,150 പേർക്ക് രോഗം പിടിപെട്ടു. അതിൽ 15 പേർ മരണപ്പെട്ടു. മരണനിരക്ക് ഉയർന്നത് ആശങ്കയ്ക്ക് കാരണമായിട്ടുണ്ട്. 2019 മുതലാണ് ചിക്കൻ പോക്സ് ബാധിതരുടെ കണക്ക് ആരോഗ്യ വകുപ്പ് പുറത്തുവിട്ട് തുടങ്ങിയത്. ആ വർഷം 29,583 പേർക്ക് രോഗമുണ്ടായി. 20 പേർ മരിച്ചു. പിന്നീടുള്ള വർഷങ്ങളിൽ മരണസംഖ്യ 2 മുതൽ 4 വരെ മാത്രമായിരുന്നു. എന്നാൽ 2022-ൽ 14 പേർ മരിച്ചു. വെരിസെല്ല സോസ്റ്റർ എന്ന വൈറസാണ് ചിക്കൻ പോക്സ് പടർത്തുന്നത്. വേനൽക്കാലം ഈ വൈറസിന് കൂടുതൽ അനുകൂലമാണ്. എന്നാൽ ഇപ്പോൾ മഴക്കാലത്തും ചിക്കൻ പോക്സ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. പ്രമേഹം, അർബുദം, ശ്വാസകോശ രോഗം എന്നിവയുള്ളവരെയും ഗർഭിണികളെയുമാണ് ഈ രോഗം എളുപ്പത്തിൽ കീഴടക്കുക. പ്രധാന ലക്ഷണം ശരീരത്തിൽ കുമിളകൾ വരുന്നതാണ്. അതിനു മുൻപ് പനി, തലവേദന, തലക്കറക്കം, വയറുവേദന എന്നിവയുണ്ടാകും. രോഗം വരാതെ സൂക്ഷിക്കുക എന്നതും വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി പ്രതിരോധ നടപടികളെക്കുറിച്ച് പറയുകയാണെങ്കിൽ, പ്രതിരോധ നടപടികളിൽ വാക്സിനേഷൻ ഉൾപ്പെടുന്നു. ചിക്കൻ പോക്സ് തടയുന്നതിനുള്ള ഏറ്റവും ഫലപ്രദമായ മാർഗം വാക്സിനേഷൻ തന്നെയാണ്. ചിക്കൻ പോക്സിനെ പ്രതിരോധിക്കാൻ വെരിസെല്ല വാക്സിൻ ഉണ്ടെങ്കിലും സർക്കാർ ആശുപത്രികളിൽ ഇവ ലഭ്യമല്ല. വാക്സിൻ എടുത്താൽ വർഷങ്ങളോളം പ്രതിരോധശേഷി ലഭിക്കും. ശരിയായ ശുചിത്വം പാലിക്കുന്നതിനും അണുബാധയ്ക്കുള്ള സാധ്യത കുറയ്ക്കുന്നതിനും സോപ്പും വെള്ളവും ഉപയോഗിച്ച് പതിവായി കൈ കഴുകുന്നത് അത്യന്താപേക്ഷിതമാണ്. ചുമ, തുമ്മൽ അല്ലെങ്കിൽ വൈറസ് പകരാൻ സാധ്യതയുള്ള വ്യക്തികളുമായോ വസ്തുക്കളുമായോ ഉള്ള സമ്പർക്കം തുടങ്ങിയ പ്രവർത്തനങ്ങൾക്ക് ശേഷം ജാഗ്രതയോടെയുള്ള കൈ വൃത്തിയാക്കൽ വളരെ പ്രധാനപ്പെട്ടതാണ്. കൂടാതെ ചിക്കൻ പോക്സ് ബാധിച്ച വ്യക്തികളുമായി അടുത്തിടപഴകുന്നത് ഒഴിവാക്കണം. ചിക്കൻ പോക്സ് വരുന്നവർക്ക് പ്രതിരോധശേഷി കുറഞ്ഞാൽ ഹെർപ്പീസ് സോസ്റ്റർ എന്ന രോഗം പിടിപെടാൻ സാധ്യതയുണ്ട്. ശരീരത്തിൽ വീണ്ടും കുമിളകൾ വരും, കഠിനമായ വേദനയുണ്ടാകും. ഒരു തവണ രോഗം വന്നവരുടെ നാഡീഞരമ്പുകളിൽ വൈറസ് ദീർഘകാലം ഉണ്ടാകും. ശരീരത്തിന്റെ പ്രതിരോധശേഷി കുറയുമ്പോൾ ഇവ വീണ്ടും ശക്തി പ്രാപിച്ച് കുമിളകളാകും. ചിക്കൻ പോക്സ് വന്ന് വർഷങ്ങൾ കഴിഞ്ഞും ഹെർപ്പീസ് വരാമെന്നാണ് ആരോഗ്യ മേഖലയിലെ വിദഗ്ധർ പറയുന്നത്. 2013-ൽ ലോകം മുഴുവൻ 140 ദശലക്ഷം ചിക്കൻ പോക്സും ഷിംഗിൾസും ഉണ്ടായിരുന്നു. പ്രതിരോധ കുത്തിവയ്പ്പിലൂടെ അമേരിക്കയിൽ അണുബാധകളുടെ എണ്ണം ഏകദേശം 90% കുറഞ്ഞു. 1990-ൽ ചിക്കൻ പോക്സ് ആഗോളതലത്തിൽ 8,900 മരണങ്ങൾക്ക് കാരണമായി. എന്നാൽ 2015-ൽ ഇത് 6,400 കുറഞ്ഞു. കൃത്യമായ മുൻകരുതലുകൾ എടുക്കുക. ഭയമല്ല, ജാഗ്രതയാണ് വേണ്ടതെന്ന് കൂടി ഓർമ്മിപ്പിക്കുന്നു. ന്യൂസ് ഡെസ്ക്, ഈനാട് മലയാളം.